BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. സീസൺ 7 ഫസ്റ്റ് ജയിൽ നോമിനേഷൻ വഴി തിരഞ്ഞെടുത്തത് അപ്പാനി ശരത്തിനെയും അനുമോളെയുമായിരുന്നു. ഇന്നലെ രാത്രി തന്നെ അപ്പാനി ശരത്തിനെയും അനുമോളെയും ജയിലിലാക്കുകയും ഇവർക്കുള്ള പണിഷ്മെന്റ് ടാസ്ക് നൽകുകയും ചെയ്തിരുന്നു. 50 ചപ്പാത്തികൾ പരത്തുക എന്നതായിരുന്നു ഇവരുടെ ടാസ്ക്. അതും വൃത്തം, ത്രികോണം, ചതുരം ഈ 3 ഷേപ്പുകളിലാണ് ചപ്പാത്തി പരത്തി നൽകേണ്ടിയിരുന്നത്. എന്തായാലും ഇരുവരും പണിഷ്മെന്റ് ടാസ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെളുപ്പിനൊരു 3 മണി കഴിഞ്ഞിരുന്നു. ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം പണിഷ്മെന്റ് ടാസ്ക് ചെയ്തതിന് ശേഷം ഇവർക്ക് ജയിൽ മോചിതരാകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അനുമോള് അനീഷിനോട് ചോദിക്കുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് ഹൗസിനുള്ളിൽ വന്ന് കിടക്കാമല്ലോ എന്ന്. അതിന് അനീഷ് പറയുന്നുണ്ട്, ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ഇതുവരെ ജയില് തുറന്ന് നൽകണമെന്ന്. ബിഗ് ബോസ് പറയാതെ എന്തായാലും തുറന്നു തരില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പാനി ശരത്തും അനുമോളും ഇന്നലെ ജയിലിൽ തന്നെ കിടന്നുറങ്ങാമെന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇരുവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ അനീഷ് പണിഷ്മെന്റ് ടാസ്കിന്റെ 2ാം ഘട്ടം എന്ന് പറഞ്ഞ് വീണ്ടും ഒരു ടാസ്ക് കളക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇരുവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം അപ്പോൾ തന്നെ സമയം വെളുപ്പിനൊരു 4 മണി ആയിട്ടുണ്ടായിരുന്നു. ടാസ്കിന്റെ 2ാം ഘട്ടത്തിൽ വീണ്ടും 50 ചപ്പാത്തികൾ പരത്തി കൊടുക്കണമെന്ന് തന്നെയായിരുന്നു. അപ്പോൾ അനുമോളും ശരത്തും പറയുന്നുണ്ട്, ഞങ്ങൾ രാവിലെ ചെയ്തോളാം, ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. ടാസ്ക് ചെയ്യാതെ ജയിലിൽ നിന്നും പുറത്തു വരാൻ പറ്റില്ല എന്ന് മാത്രമേ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവരവിടെ കിടന്നുറങ്ങുന്നുണ്ട്. എന്നാൽ അനീഷ് ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നാൽ അത് ഉത്തരവാദിത്തോടെ ചെയ്യണം, ഇപ്പോൾ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ജയിലിന് ഫ്രണ്ടിൽ നിന്ന് ടാസ്ക് കളക്ടർ റിപ്പീറ്റ് ആയിട്ട് വായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ശരത്തും അനുമോളും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കിടന്നുറങ്ങുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം തന്നെ ഇവർ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാൻ റെഡിയാകുന്നുണ്ട്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വേക്കപ്പ് സോങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കൂടാതെ ഈ സീസണിലെ ജയിലിനുള്ളിൽ ബാത്റൂമും ഇല്ല. അതുകൊണ്ട് മറ്റ് കണ്ടസ്റ്റൻസ് പോയി അനീഷിനെ വിളിക്കുന്നുണ്ട് ബാത്റൂം അവർക്ക് തുറന്നു കൊടുക്കാനായിട്ട്. എന്നാൽ അനീഷ് വളരെ താമസിച്ചാണ് അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അനീഷ് പറയുന്നുണ്ട്, ഇന്നലെ നിങ്ങൾക്ക് ഞാൻ ടാസ്ക് തന്നപ്പോഴേ പറഞ്ഞതാണ് അത് ചെയ്ത് തീർത്തതിന് ശേഷം മാത്രം കെടുക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനാണ് ചെയ്യുന്നത്, അപ്പോൾ ഞാനും എൻ്റെ സൗകര്യത്തിന് മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് അനുമോള് പറയുന്നുണ്ട്, ഇന്നലെ 50 ചപ്പാത്തി പരത്തിയപ്പോൾ തന്നെ നല്ല രീതിക്ക് നടുവേദന എടുക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കിടന്ന് റെസ്റ്റ് ചെയ്തിട്ട് രാവിലെ ചെയ്യാമെന്ന് തന്നെയല്ലേ പറഞ്ഞത്, അല്ലാതെ ചെയ്യില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അനുമോളും തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസും അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, അവർ ചെയ്യുന്നുണ്ടല്ലോ, ബിഗ് ബോസ് പറഞ്ഞത് ടാസ്ക് ചെയ്യാതെ ജയിലിന് പുറത്തു വരാൻ പറ്റില്ലെന്ന് മാത്രമല്ലേ, അല്ലാതെ രാത്രി തന്നെ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അനീഷ് അപ്പോൾ ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഇവർ ടാസ്ക് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഇവരെ ഒരാഴ്ചയും കൂടി ഇതുപോലെ തന്നെ ജയിലിനുള്ളിൽ പൂട്ടിയിടണമെന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും രാവിലെ തന്നെ അനീഷ് കണ്ടന്റ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫാമിലിയിലെ ആരുമായിട്ടും യാതൊരുവിധ സഹകരണത്തിനും അനീഷ് റെഡിയല്ല. ഒരു സെൽഫിഷ് പ്ലെയർ ആയിട്ടാണ് വന്ന അന്ന് മുതൽ ഇന്ന് വരെ അനീഷ് പ്ലേ ചെയ്യുന്നത്.